ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ മക്കളെ ഞാനിന്ന് ഒരു പുതിയ വീട്ടിൽ നിന്നല്ലേ ഞാനിതാ ഇവിടെ നമ്മളെ രാജപ്പനെ കാണാനെത്തിക്കുക കേട്ടോ. ആളിവിടെ ഉണ്ട്. രാജപ്പൻ ഇവിടെ കൂട്ടിലുണ്ട് കേട്ടോ. രാജപ്പൻ്റെ മുതലാളി വന്നാലേ മിണ്ടുള്ളോ? രാജപ്പോ മിണ്ടോ? എൻ്റെ അടുത്ത് മിണ്ടോ? നിന്റെ അടുത്ത് മിണ്ടോ? രാജപ്പോ മിണ്ടോ? അപ്പൊ ആള് മിണ്ടണില്ല കേട്ടോ. അപ്പൊ മക്കളെ നമ്മളിതാ ഇവിടെ രാജപ്പനെ കാണാൻ വന്നാട്ട്. അപ്പോൾ രാജപ്പൻ ഞാൻ ഫസ്റ്റ് പറഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ട് രാജപ്പൻ ആരാന്ന്. അപ്പം ഒരുവിധം ആളുകൾക്ക് അറിയാനുണ്ടാവും രാജപ്പൻ ആരാന്ന്. നമ്മുടെ സമതിൻ്റെ വീട്ടിലെ തത്തയാണ് കേട്ടോ, സമതിൻ്റെ വളർത്ത് തത്തയാണ് രാജപ്പൻ. അപ്പോൾ ഇപ്പോൾ ഒരു ഷോപ്പ് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു കേട്ടോ. രാജപ്പൻ അത്രക്കും ഫേമസായി വൈറലായൊരു തത്തമ്മയാണ്, നന്നായിട്ട് സംസാരിക്കും. അപ്പോൾ ഇതാ ഇനി നമുക്ക് രാജപ്പൻ്റെ സംസാരമൊക്കെ ഒന്ന് കേൾക്കാം, രാജപ്പൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാം. പിന്നെ അതുപോലെ ഇവിടെ വീട്ടിൽ ഒരുപാട് ക്യാറ്റ് ഉണ്ട് കേട്ടോ. പേർഷ്യൻ ക്യാറ്റ് ഉണ്ട്, അതുപോലെ ബംഗാൾ ക്യാറ്റ് ഉണ്ട്. അവർക്കൊക്കെ ഫുഡ് കൊടുക്കാനും നോക്കാനൊക്കെ ആളുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നല്ല കുഞ്ഞി കോഴിയുണ്ട്. അപ്പോൾ എനിക്ക് എന്താ പറയുക, സമത എപ്പോഴും വീട്ടിൽ വരുമ്പം പറയായിരുന്നു ഇത്തക്ക് ഞാൻ 2 കോഴിനെ തരാമെന്ന് പറയുമ്പോൾ ഇന്ന് 4 കോഴിനെയൊക്കെ പിടിച്ച് നമ്മൾ കവറിലാക്കിയിട്ടുണ്ട്, പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും വരുമ്പോൾ ഇവിടെ എറണാകുളം വരുമ്പോൾ സമതിൻ്റെ വീട്ടിൽ പോകണം വിചാരിക്കലുണ്ട്, രാജപ്പനൊന്ന് കാണണം വിചാരിക്കലുണ്ട്. ഇന്നാണ് അതിനൊന്നൊരു സമയം കിട്ടി കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ 2-3 ദിവസമായി ഇവിടെ എറണാകുളത്ത് എത്തിയിട്ട് നമുക്ക് ഇവിടെ എടപ്പള്ളിയിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് വേറെ റെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ 2-3 ദിവസം ഗ്യാപ്പ് കിട്ടി. നമ്മളിതാ നമ്മളെ രാജപ്പൻ്റെ വീട്ടിൽ വന്നിക്കുകയാണ്, അതായത് സമതിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. സമത് എന്ന് പറഞ്ഞാൽ നമ്മൾ നാദൃഷിക്കൻ്റെ അനിയനാണ് കേട്ടോ, പാട്ടുകാരനാണ്, ഫിലിമിൽ അഭിനയിക്കാറുണ്ട്. അപ്പോൾ ഇതാ ഇനി വീടും നമ്മളെ രാജപ്പൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. വീട് നല്ല രസമുണ്ട്, നല്ല പ്രകൃതിയാൽ എന്താ പറയുക, ചെടികളൊക്കെ ഇങ്ങനെ തോരണങ്ങൾ തൂങ്ങിക്കിടക്കണ പോലെ നല്ല ഒരു ഭംഗിയുള്ള വീട്. ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ ഉണ്ട് കേട്ടോ, അത്തിപ്പഴം, മാങ്കോ, അതുപോലെ പല ചെടികളും ഉണ്ട് കേട്ടോ. നല്ല മരങ്ങളൊക്കെ ഉണ്ട്, നല്ല തണലാട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് സമയം ഇരുന്ന് ചായയൊക്കെ കുടിച്ച് ഇനി ഇതാ രാജപ്പനെ കൂട്ടുന്ന എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ആദ്യം ഫസ്റ്റ് ഇങ്ങനെ ചെന്നപ്പോൾ രാജപ്പനൊരു മടി ഇട്ടാ പുറത്തേക്ക് വരാൻ. പിന്നെ ഒരു കമ്പൊക്കെ വെച്ച് അതിൽ കയറി പിന്നെ അവനിങ്ങനെ കലപില സംസാരിക്കാൻ തുടങ്ങിയിട്ടാ. ഹലോ, ഞങ്ങള് പോവുക അതാ ഇക്കതാ വിളിക്കണതാ രാജപ്പൻ. അത് കുറച്ചിങ്ങനെ വടി ഇതായിട്ടേക്കാരം. വരാം, ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നു. അത് വന്നേക്കണേണ് വീഡിയോ. ഇല്ല വീഡിയോ എടുക്കാം. എന്തിനാണ് ഞാൻ ഇല്ല ഇതാരാന്നറിയോ? മലപ്പുറത്തെ കുഞ്ഞാൻ. ആര് പറഞ്ഞു? അവിടുന്ന് രാജപ്പന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്. രാജപ്പന്റെ ഫാൻസാണ്. കുഞ്ഞാനും കുഞ്ഞാന്റെ വൈഫൊക്കെ രാജപ്പന്റെ ഫാൻസ് ആണെന്ന്. ഇതൊന്ന് ഹലോ പറഞ്ഞേ. രാജപ്പന ഇങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ലല്ലേ? ഡാൻസ് കളിച്ചേക്ക്. രാജപ്പന്റെ ഡാൻസ് ആണിട്ടത്. ഡാൻസ്. കുഞ്ഞാനില്ലേ? പരിപ്പോട വേണോ? എന്ത് പരിപ്പോട വേണോ? അത് പിടിച്ച് കാണിക്കും. അത് വേണ്ട. അതൊന്നും വേണ്ട. അത് തന്നെ. ഇത് യൂട്യൂബ് ചാനലിന്റെ പേരേതാന്ന് ചോദിച്ചേ. ഏതാണ് യൂട്യൂബ് ചാനലിന്റെ പേര്? ഏതാണ്? ഒന്ന് പറഞ്ഞേ, പറ. അല്ലേ ഇപ്പൊ കൊറേ നാളായി ഷൂട്ട് ചെയ്തിട്ട് അല്ലേ? രാജപ്പ ഒന്ന് ചിരിച്ചേ. രാജപ്പനെ എന്റെ ചാനലിൽ ഇടാൻ പോവാട്ടോ. ഒന്ന് ചിരിച്ചേ.
ചിരിച്ച ചിരിക്കും വേദ പുള്ളിയുടെ ആ ആ നമുക്കേ ആ ഫാൻ ഇട്ട് കൊടുക്കണേ. ആ ഇല്ല ആണോ? എന്തേ പനിയോ? പെട്ടെന്നൊരു തളർച്ച പുള്ളിക്ക്. എന്നിട്ട് ഇവിടുത്തെ എടുത്തിട്ട് പോയി ഇഞ്ചക്ഷനൊക്കെ ചെയ്തപ്പോ ശരിയായി അല്ലേ? രാജപ്പോ ഒരു പാട്ട് പാടി തരുവോ? ഒരു പാട്ട് പാടി കൊടുക്കുന്നു. ഇതൊക്കെ ഒരു പാട്ട് പാടി തരുവോ? ഒരു പാട്ട് പാടി കൊടുത്ത രായപ്പന്. ആ അതൊക്കെ സമയമൊക്കെ ഉണ്ട് പാട്ട് പറഞ്ഞു. രായപ്പന് ചെറിയ അങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും പാടില്ല അല്ലേ രായപ്പ? ആ രായപ്പന് ഭയങ്കര ഫാൻസുള്ള ആളാണ്. അത് തന്നെ. ആ അല്ലേ രായപ്പ? ആ അതെ. രാജപ്പോ കൂട്ടില് പോവാണോ? വെയില് കൊള്ളാൻ പാടില്ല. രായപ്പ ഇങ്ങടെ നോക്ക്. നോക്കിയ രായപ്പ നോക്ക് രാജപ്പ. കണ്ട അതേ നോക്കിയേ. ഹലോ പറഞ്ഞേ. ഹലോ പറഞ്ഞേ. ഹലോ പറഞ്ഞേ രായപ്പ. ഹലോ പറഞ്ഞേ. ഹലോ പോകാം. രാജപ്പന്റെ ചാനലിൽ വരും കേട്ടാ. റാഫിയ അബ്ദുള്ള ചാനലിൽ കാണട്ടോ നീ രാജപ്പനെ. കാണാം. ഓക്കെ പറഞ്ഞേക്ക്. ഓക്കെ കൂട്ടിൽ പോയിക്കോ. അപ്പൊ ഇവിടെ രാജപ്പൻ മാത്രല്ല കേട്ടോ. കരച്ചില് കേക്കുന്നുണ്ടോ? നമുക്കൊരു കോഴിക്കുഞ്ഞിനെ പിടിക്കാട്ടോ. ആ കളറ് വ്യത്യാസം ഉണ്ടല്ലേ? കുഞ്ഞിക്കോഴി നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. രാജപ്പൻ മാത്രല്ല കേട്ടോ ഇവിടെ നല്ല എന്താ പറയാ, ഈ കോഴിക്ക് എന്താ പറയാ, ഫാൻസി കോഴി. ആ നല്ല ഫാൻസി കോഴികളുണ്ട്. ഒരു 4 ഞാൻ പൊക്കാണ്. നീ അടുത്ത നാട്ടിലെ വളരട്ടല്ലേ. 4 കോഴിനെ ഞാൻ പൊക്കിയിട്ടുണ്ട്. ഇവർക്ക് അവിടെ പല ഐറ്റം പൂച്ചകളുണ്ട് കേട്ടോ ഇവിടെ. പുലിപ്പൂച്ചൊക്കെ ഉണ്ട്. ആ കണ്ട് ഇവരൊന്നും വിടൂലല്ലേ. പുറത്തുനിന്ന് വാങ്ങിച്ചതാണോ? ആണോ? ഇത് അമേരിക്കൻ കാറ്റാണ് കേട്ടോ. പുലിയുടെ ഒക്കെ ഒരു അതേ ഒരു സെയിം കണ്ടാല് കണ്ടില്ലേ. ആ നടത്തം വരെ കിട്ടിയിട്ടുണ്ടല്ലേ പുലിയുടെ. രാജപ്പോ ഞങ്ങള് പോവാട്ടാ. ഇപ്പൊ മിണ്ടണില്ലേ ആള്. പോവാട്ടാ. അപ്പോൾ എന്താ ഇനി നമ്മൾ ഫോർട്ട് കൊച്ചിയിലൊന്ന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പിള്ളേരും നൗറിനൊക്കെ റെഡിയാകുന്ന സമയം കൊണ്ട് കുഞ്ഞാക്കൂന് TFE ഗ്രൂപ്പ് ഉണ്ടല്ലോ, അന്ന് നമ്മുടെ ഇടത്തനാട്ടുകാരെ 2 വീടൊക്കെ വെച്ച് കൊടുത്തില്ലേ. അപ്പോൾ അവരിവിടെ സമതിൻ്റെ വീടിൻ്റെ തൊട്ടൊരു വീട് പണിത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് എന്തായി നോക്കാൻ വേണ്ടി കുഞ്ഞാക്കൂ സമത് അവിടെ ഒന്ന് പോയി വന്നു. ഇനി ഇതാ നമ്മൾ റെഡിയായി, ഇനി ഫുഡ് കഴിക്കാം. അപ്പം എന്താ എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് സമതിൻ്റെ വൈഫ് നൗറിൻ, മോള്, ഒരു മോന് കേട്ടോ. ഇനി നമ്മളിവിടെ പോഞ്ഞിക്കര കുസീന എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് എത്തിയിട്ടുള്ളത്. നല്ല ഫിഷ് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. നല്ല അടിപൊളി ഫിഷ് തന്നെ ആയിരുന്നു കേട്ടോ. പല വിധത്തിലുള്ള ഗ്രേവി, ഫിഷ് ഫ്രൈ, അതുപോലെ എന്താ പറയുക മീൻ പൊള്ളിച്ചത്, അങ്ങനെ അടിപൊളി ടേസ്റ്റിൽ പല ഐറ്റംസ് കഴിക്കാൻ പറ്റി കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ മീൽസ് ആണെങ്കിലും നല്ല അടിപൊളി പായസം, നമ്മൾ പഴം വേവിച്ചിട്ട് അതിലൊരു അടപ്രഥമനൊക്കെ ആയിട്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് വരുന്ന റെസ്റ്റോറൻ്റാണ് കേട്ടോ. നമുക്ക് 2-3 പേരെ കാണാൻ കഴിഞ്ഞു. അടിപൊളിയായിരുന്നു സംഭവം കേട്ടോ. നല്ല ടേസ്റ്റിലുള്ള ഫുഡായിരുന്നു. ഇനി ഇതാ നമ്മൾ ഫ്ലാറ്റിലോട്ട് തന്നെ മടങ്ങും. അപ്പോൾ ഇവിടെ കുറച്ച് സമയമൊക്കെ റെസ്റ്റ് എടുത്ത് ഇനി നമ്മൾ രാത്രി ബീച്ചിലോട്ട് പോവുകയാണ് കേട്ടോ. ഫോർട്ട് കൊച്ചിയിലോട്ട് പോവുകയാണ്. അതിൽ കൂടെ ഒക്കെ നമ്മൾ എന്താ പറയുക, അവിടെ ജൂത് ടൗൺ ഉണ്ട്, അതിലൂടെയൊക്കെ നടന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഫുഡ് കഴിച്ച് വീട്ടിലോട്ട് ഇവിടെ ഫ്ലാറ്റിലോട്ട് തന്നെ മടങ്ങി കേട്ടോ.
മക്കളെ ഞങ്ങളിതാ ഫോർട്ട് കൊച്ചിയില് ജൂത് ടൗൺ അല്ലേ ജൂത് ടൗണിലൂടെ ഇങ്ങനെ സവാരി ഇരിയാണ് രാത്രി. എത്ര സമയം എന്നറിയാം, നട്ടപ്പാതിര 12 മണി. അതെ അല്ലേ? വെറുതെ നടക്കാൻ ഇറങ്ങിയതല്ലേ?